നമസ്കാരം. ചില പുസ്തകങ്ങൾ കഥ പറയില്ല. അവ നമ്മളെ നമ്മുടെ തന്നെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. നീർമാതളം പൂത്ത കാലം അങ്ങനൊരു നോവലാണ്. ഇതൊരു സംഭവകഥയല്ല. ഇത് ഓർമ്മകളുടെ ഒഴുക്കാണ്. ഒരു സ്ത്രീയുടെ ബാല്യവും അവളുടെ മനസ്സും അവളുടെ വേദനകളും അവളുടെ നൊസ്റ്റാൾജിയും ചേർന്ന ഒരു ആത്മകഥാപരമായ രചന. ഈ നോവലിലൂടെ മാധവിക്കുട്ടി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവളുടെ ബാല്യകാലത്തിലേക്കാണ്. കുട്ടിക്കാലത്ത് ജീവിതം വളരെ ലളിതമായിരുന്നു. വലിയ സ്വപ്നങ്ങളില്ല, വലിയ പേടികളില്ല. വീട്ടുമുറ്റം, അവിടെ പൂത്തു നിൽക്കുന്ന നീർമാതളം, അമ്മയുടെ സ്നേഹം, അച്ഛൻ്റെ സാന്നിധ്യം, ബന്ധുക്കൾ, വീട്ടിലെ ശബ്ദങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് അവളുടെ ബാല്യം. നീർമാതളം ഇവിടെ ഒരു പൂക്കൾ മാത്രമല്ല, അതൊരു ചിഹ്നമാണ്. നിഷ്കളങ്കതയുടെ, സൗന്ദര്യത്തിൻ്റെ, മറക്കാൻ പറ്റാത്ത കാലത്തിൻ്റെ. കാലം മാറുന്നു. അവൾ പെൺകുട്ടിയായി വളരുന്നു. ഇവിടെ നിന്നാണ് നോവലിൻ്റെ ആഴം തുടങ്ങുന്നത്. ഒരു പെൺകുട്ടിക്ക് സമൂഹം വയ്ക്കുന്ന പരിധികൾ, അവളുടെ മനസ്സിലുണ്ടാക്കുന്ന സംശയങ്ങൾ, ഭീതികൾ. അവളുടെ ശരീരം മാറുന്നു, പക്ഷേ അവളുടെ മനസ്സ് ഇനിയും ബാല്യത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെയാണ് മാധവിക്കുട്ടി സ്ത്രീ ജീവിതത്തിൻ്റെ ആദ്യ വേദനകൾ സൂക്ഷ്മമായി പറയുന്നത്. ബന്ധങ്ങൾ ആദ്യം സ്നേഹമാണ്, പിന്നീട് ബാധ്യതയാകുന്നു. അമ്മ, അച്ഛൻ, ബന്ധുക്കൾ എല്ലാവരും ഉണ്ടെങ്കിലും ഒരാളും അവളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്ന ഒറ്റപ്പെടൽ. ഈ നോവലിൽ വലിയ സംഘർഷങ്ങളില്ല, പക്ഷേ ഒരു സ്ത്രീയുടെ ഉള്ളിലെ നിശബ്ദ കലഹം നമ്മൾ ശക്തമായി അനുഭവിക്കും. വിവാഹം അവളുടെ ജീവിതത്തിലെ വലിയ മാറ്റം. സ്വപ്നങ്ങളുണ്ടായിരുന്നെങ്കിലും യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. സ്നേഹം അവൾ തേടുന്നു, പക്ഷേ അവൾക്ക് കിട്ടുന്നത് ശൂന്യത. ഇവിടെയാണ് നീർമാതളം പൂത്ത കാലം കുട്ടിക്കാലത്തിൻ്റെ മാധുര്യവും വയസ്സായ ജീവിതത്തിൻ്റെ കാഠിന്യവും താരതമ്യം ചെയ്യുന്നത്. ജീവിതം വേദനിപ്പിക്കുമ്പോൾ മനസ്സ് വീണ്ടും ബാല്യത്തിലേക്ക് ഓടിപ്പോകും. അവൾ തിരികെ ചിന്തിക്കുന്നത് ആ പഴയ വീട്ടിലേക്ക്, ആ നീർമാതളത്തിൻ്റെ കീഴിലേക്ക്. അവിടെയാണ് അവൾക്ക് ആശ്വാസം. നോവൽ നമ്മളോട് പറയുന്നത് ഇതാണ്: ഓർമ്മകൾ മനുഷ്യനെ രക്ഷിക്കും. നീർമാതളം എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം? കാരണം അത് പൂത്തു നിൽക്കുന്ന കാലം അവളുടെ ജീവിതത്തിലെ ഏറ്റവും ശുദ്ധമായ കാലമാണ്. ജീവിതം എത്ര മാറിയാലും നീർമാതളം വീണ്ടും പൂക്കും. അതുപോലെ മനുഷ്യൻ എത്ര തകർന്നാലും ഓർമ്മകളിൽ ഒരിടത്ത് അവൻ ഇനിയും ശുദ്ധനാണ്. ഈ നോവൽ നമ്മളോട് പറയുന്നു, സ്ത്രീകളുടെ വികാരങ്ങൾ അവഗണിക്കരുത്. ബാല്യം ഒരു ശക്തിയാണ്, ഓർമ്മകൾ ഒരു അഭയമാണ്. ജീവിതം കഠിനമായാലും ഉള്ളിലെ കുട്ടിയെ മരിപ്പിക്കരുത്. നന്ദി.